നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. അങ്ങനെ നാളത്തെ വിശേഷത്തില് നമ്മളെല്ലാവരും കാണാൻ കാത്തിരുന്ന കുറച്ച് വിശേഷങ്ങളാണ്. ഇന്ദ്രനിട്ട് നല്ല പണി തന്നെ കിട്ടണമെന്ന് നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഇന്ദ്രൻ പൊന്നുമടത്തുള്ള എല്ലാവരും കയ്യിലെടുക്കാനായിട്ട് പ്രത്യേകിച്ച് പൂർണിമ കയ്യിലെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പൂർണിമ പറയുവാണെങ്കിൽ അവിടെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകും, തനിക്ക് അവിടെ ഒരു കുഴപ്പം ഉണ്ടാകത്തില്ല എന്നൊക്കെ ഒരു ചിന്ത ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നു. അത് വെച്ച് അവൻ വലിയൊരു പ്ലാൻ തന്നെ നടത്തിയിട്ടുണ്ടായിരുന്നു. ചെറിയ കാര്യമൊന്നുമല്ല. ഇനിയിപ്പം താനും സേതുവും തമ്മിൽ അടിപിടിയും വഴക്കൊന്നും ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അതൊക്കെ പൂർണിമ സേതുവിനെ കൊണ്ട് സത്യം ചെയ്ത് വാങ്ങിക്കുകയും ചെയ്തു. അപ്പൊ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഇന്ദ്രന് ഭയങ്കര സന്തോഷം. തനിക്കിവിടെ ഈ പൊന്നുമ്പടത്തിന് ഇനി അടിപൊളിയായിട്ട് വെലസ് നടക്കാം, ആരും തന്നെ ചോദ്യം ചെയ്യാൻ വരത്തില്ല, ഒരു വഴക്കുകളും പ്രശ്നങ്ങളും ഒന്നും ഉണ്ടാകത്തില്ല. ഇനി ഈ പൊന്നുമ്പടത്തിന് അധിപൻ താനാണ് എന്നൊരു ചിന്തയായിരുന്നു ഇന്ദ്രന്റെ മനസ്സിലുണ്ടായിരുന്നേ. പക്ഷെ അതൊക്കെ തെറ്റാന്ന് തെളിയിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് സേതുവും പല്ലവി എല്ലാവരും കൂടെ ചേർന്നിട്ട് നടത്തുന്നത്. കാരണം സേതുവിന് പല്ലവിയാണ് ഐഡിയ പറഞ്ഞു കൊടുക്കുന്നത്. അവനെ സ്നേഹിക്കണം, നന്നായിട്ട് സ്നേഹിക്കണം, സ്നേഹിച്ച് അങ്ങോട്ട് കൊല്ലണം സേതുവേട്ടാന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ സേതുവിന് വേറെ എന്തെങ്കിലും നോക്കാനുണ്ടോ? അങ്ങനെ സേതുവും പല്ലവിയും കൂടെ പൊന്നുമ്പടത്തിലേക്ക് വരുവാണ്. ഈ സമയത്ത് അവിടെ ഋതുവും അച്ചു അങ്ങനെ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. അപ്പോഴേക്കും പല്ലവിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും പൂർണ്ണമ എന്നിട്ട് വിശേഷങ്ങളൊക്കെ തിരക്കുന്നുണ്ട്. അങ്ങനെ തിരക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്ത് സേതു ഓർത്തു, ഒരു കാര്യം ചെയ്താലോ, ഇച്ചിരി മദ്യപിച്ചിട്ടുണ്ടെന്ന് പോലെ അങ്ങോട്ട് അഭിനയിച്ചാലോ എന്ന് ഓർക്കുകയാണ്. പിന്നീട് സേതു അങ്ങോട്ട് ചെന്ന് ഇന്ദ്രനോട് സംസാരിക്കുകയാണ്. ഈ സമയത്ത് ഋതു ചോദിച്ചു, ഇതെന്താ സേതു ഇവിടെ മദ്യപിച്ചിട്ടുണ്ടോന്ന് ചോദിക്കണം. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, അത്രയ്ക്കൊന്നും ഇല്ലാന്ന് തോന്നുന്നത്, ചെറിയ രീതിയിൽ അങ്ങോട്ട് മദ്യപിച്ചിട്ടുണ്ടെന്ന് തോന്നിയെന്ന് പറയണം. പിന്നീട് സേതു എന്ന് ഇന്ദ്രനോട് പറഞ്ഞു, എടാ ഇന്ദ്ര, ഒന്നും അല്ലേലും നീ എൻ്റെ അളിയനല്ലേടാന്ന് ചോദിക്കണം. ഇത് കേട്ടപ്പോൾ ഇന്ദ്രനൊന്ന് നോക്കി, ഇവന് എന്ത് പുറപ്പാടാ എങ്ങനെയാണെന്നും അറിയത്തില്ലല്ലോ. അപ്പോഴേക്ക് സേതു പറഞ്ഞു, എടാ എന്താന്ന് പറഞ്ഞാലും ദേ എനിക്ക് നിന്നെ അങ്ങോട്ട് സ്നേഹിക്കണമെന്ന് പറയണം. ഞാൻ കുറെ നീയുമായിട്ട് വഴക്കുണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ ഇനി അങ്ങനെയല്ല, നമ്മൾ രണ്ടും ഇനിയിപ്പോ ഒന്നാന്ന് പറയണം. നമ്മൾ രണ്ട് ചേട്ടനനിയന്മാരെ പോലെയാണ്, രാമലക്ഷ്മണന്മാരെ പോലെ ആയിരിക്കും മുന്നോട്ടുള്ള നമ്മുടെ പോക്കെന്ന് പറയണം. ഇന്ദ്രനൊന്നും മനസ്സിലായില്ല. പെട്ടെന്ന് സേതു ഇന്ദ്രനെ അങ്ങോട്ട് കെട്ടിപ്പിടിച്ചു. എൻ്റെ അളിയ എന്നൊക്കെ പറഞ്ഞോണ്ട് അങ്ങോട്ട് കെട്ടിപ്പിടിക്കുകയാണ്. കെട്ടിപ്പിടിക്കുന്ന കൂട്ടത്തിൽ ആ വയറിട്ട് നല്ല ഇടി തന്നെ കൊടുക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിൽക്കുന്നവർക്ക് തോന്നേ കെട്ടിപ്പിടിച്ച് സ്നേഹിക്കുവെന്ന. ഇന്ദ്രനാണെങ്കിൽ ഒന്നും പുറത്ത് പറയാൻ പറ്റില്ല. ഇരുട്ടത്ത് കിട്ടിയ അടി വെളിച്ചത്ത് പറയാൻ പറ്റില്ല എന്നൊരവസ്ഥയായിപ്പോയി ഇന്ദ്രന്. വേദന കടിച്ചമർത്തുവാണ്. അതുമാത്രമല്ല അവനെ ഇങ്ങോട്ട് ചേർത്ത് പിടിച്ചിട്ട് അവന് ഉമ്മ വെക്കുന്ന പോലെ അവന്റെ കഴുത്തിന്റെ പുറയിലേക്ക് അങ്ങോട്ട് കടിച്ചു വിടുവാണ്. നല്ല രീതിയിൽ തന്നെ ഇന്ദ്രനെ അങ്ങോട്ട് ശ്വാസം മുട്ടിക്കുവാണ്. അത് പല്ലവിയുടെ ഐഡിയ ആയിരുന്നു. എന്താണല്ലോ ആ ഐഡിയ അങ്ങോട്ട് വർക്കൗട്ടായി. കാരണം ഇന്ദ്രന് അത് പ്രതീക്ഷ കാര്യമായിരുന്നില്ല. ഈ സമയത്ത് ഋതു പറഞ്ഞു, ഞാൻ ഇത്രയ്ക്ക് പ്രതീക്ഷയില്ല സേതുവേണ്ട ഇത്ര പെട്ടെന്ന് ജിത്തിനെ ഇങ്ങനെ സ്നേഹിക്കുമെന്ന്. അപ്പോഴേക്കും പല്ലവി പറഞ്ഞു, ഇനി കാണാൻ പോകുന്നല്ലേ ഉള്ളൂ. ഇപ്പോഴാ സേതുവേണ്ട തെറ്റൊക്കെ മനസ്സിലായത്. അതുകൊണ്ടാണ് ഇന്ദ്രനെ ഇത്ര സ്നേഹിക്കണേന്ന് പറയണം. പൂർണ്ണിമയ്ക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും നോക്കിക്കഴിയുമ്പം അളിയനും കൂടെ കെട്ടിപ്പിടിച്ച് സ്നേഹപ്രകടനം. പക്ഷെ അവർക്കൊന്നും അറിയത്തില്ലോ അവനിട്ട് നല്ല ചാമ്പിക്കൊണ്ടിരിക്കുന്നെന്നുള്ളത്. അങ്ങനെ അവസാനം ഇന്ദ്രനാണെങ്കിൽ സേതുവിന്റെ സ്നേഹപ്രകടനം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ആകപ്പാടെ അവശനായിപ്പോയി. പിന്നീട് സേതു പറഞ്ഞു, അതെ ഇന്നത്തേക്ക് ഇത്ര മതി, പിന്നെ ബാക്കി ഞാൻ നാളെ തരാന്ന് പറയണം. പിന്നീട് സേതു പറഞ്ഞു, അമ്മേ ഇനി അമ്മ പേടിക്കൊന്നും വേണ്ട കേട്ടോ, ഞാൻ എന്താണെങ്കിലും ഇന്ദ്രനെ എൻ്റെ അനുജനായിട്ട് കണ്ട് സ്നേഹിക്കാൻ തീരുമാനിച്ചെന്ന് പറയാം. പൂർണ്ണിമ പറഞ്ഞു, അത് വേണം മോനെ, അങ്ങനെ വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും മാധവേട്ടന് സന്തോഷവും സമാധാനമായിരിക്കും മുകളിലിരുന്നാലും. കാരണം ഈ കുടുംബത്തിൽ കിടന്നൊരു അലമ്പും വഴക്കുണ്ടായിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ആത്മശാന്തി പോലും കിട്ടത്തില്ലെന്നൊക്കെ പറയണം. അപ്പോഴേക്കും സേതു പറഞ്ഞു, അത് ശരി അമ്മ പറഞ്ഞേ, ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും എന്താണെങ്കിലും അച്ഛന് സന്തോഷമാവെന്ന് പറയണം. പിന്നീട് സേതു അങ്ങോട്ട് കയറി പോവാണ്. ഇന്ദ്രനൊന്നും പറയാൻ പറ്റില്ലാത്ത അവസ്ഥയായിപ്പോയി. ഇന്ദ്രനകത്തേക്ക് അങ്ങോട്ട് കയറിപ്പോയിട്ട് ശരീരമൊക്കെ ഇങ്ങനെ ഒന്ന് കുടയുവാണ്. എന്ത് ചെയ്യാൻ പറ്റും, കിട്ടിയത് പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്ത് വിചാരിക്കും എന്ന് കരുതിയിട്ട് ഇന്ദ്രൻ ഒരു അക്ഷരം പോലും മിണ്ടിയില്ല. പിന്നീട് അച്ചുവിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ് പല്ലവി എന്ന് കഴിഞ്ഞപ്പോഴത്തേനും അച്ചു തൻ്റെ വിഷമങ്ങളും വേദനകളൊക്കെ പറയുവാണ്. ശ്രീഹരി പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇവിടെ നിൽക്കണമെന്ന് ഒരു താല്പര്യമില്ല ശ്രീഹരിക്ക്. ഇപ്പം എത്രയും പെട്ടെന്ന് ഈ വീട് വിട്ട് പോയാൽ മതി എന്നാ പറയണേ. ഒരു വാടകയ്ക്ക് വീടെടുക്കാം, അങ്ങനെ താമസിക്കാന്നൊക്കെ പല്ലവിച്ച് പറയണേ. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല എന്ന് പറയണേ. പല്ലവി പറഞ്ഞ് വാടകയ്ക്ക് പോകാനോ? അതെ, ഇന്ദ്രന്റെ സ്വഭാവം അറിയാലോ. ഇന്ദ്രൻ പുതിയ ട്രാക്കുമായിട്ട് ഇറങ്ങിയിരിക്കുക. പൂർണിമ ടെക്സ്റ്റൈൽസിൽ സ്റ്റാഫായിട്ട് ശ്രീഹരിയെ നിയമിക്കാമെന്നും പറഞ്ഞുകൊണ്ട് അത് എന്താണെങ്കിലും ഒരു പണിയാന്ന് മനസ്സിലായതുകൊണ്ട് ഞങ്ങൾ അതിൽ നിന്ന് പിന്മാറിയെന്ന് പറയണം. പല്ലവി പറഞ്ഞു, അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ? അതെന്താണെന്ന് നന്നായി,
അവന്റെ കഷത്തിൽ കൊണ്ട് തല വെച്ച് കൊടുക്കാത്തെ. അവിടെ വെച്ച് ശ്രീഹരിക്കിട്ട് എന്തേലും പണി കൊടുക്കാനായിരിക്കും അവന്റെ പ്ലാന്. നല്ല കാര്യമാന്ന് പറയണ. പിന്നീട് അച്ചു പറഞ്ഞു, എനിക്കിവിടെ നിൽക്കാൻ തോന്നുന്നില്ല എന്ന് പറയണ. നിൽക്കാൻ തോന്നില്ലേ? അങ്ങനെ തോറ്റോടാൻ നമ്മൾ പാടില്ല, അറിയാലോ. നമ്മുടെ ഇവിടെ പല്ലും നഖവും ഉപയോഗിച്ച് നമ്മൾ എതിർക്കണമെന്ന് പറയണ. ഈ സമയത്ത് അച്ചു പറഞ്ഞു, അത് പിന്നെ ആ ദുഷ്ടനെ എതിർക്കാനായിട്ട്, ഇന്ദ്രനെ എതിർക്കാനായിട്ട് സേതുവേണ്ണന് പോലും പറ്റില്ലല്ലോ. സത്യം ചെയ്ത് കൊടുക്കല്ലേ അമ്മയ്ക്ക് ഏതേന്ന് ചോദിക്കണം. അതൊക്കെ ഒരു വശത്ത് കിടക്കും. എന്താണല്ലോ ഇപ്പം സേതുവേണ്ണൻ അങ്ങ് സ്നേഹിച്ച് കൊല്ലോ ഇന്ദ്രനെ. ഇന്ദ്രനെ ഇനി പിടിച്ചു വയ്ക്കാൻ പറ്റില്ല. ഇന്ദ്രനിട്ടുള്ള പണി സേതുവേട്ടൻ തുടങ്ങിക്കഴിഞ്ഞെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ അച്ചുവിന് സന്തോഷമായി. പിന്നീട് പല്ലി പറഞ്ഞു, അച്ചു ഇപ്പൊ നീ വേറൊന്നിനെക്കൂടും ചിന്തിക്കണ്ട. കുറച്ചുനാൾ ഇങ്ങനെ ഇങ്ങോട്ട് പോട്ടെ. കാരണം ഋതുവിന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ട്. ആ കുഞ്ഞ് ഒരു കുഴപ്പവും കൂടാതെ പുറത്തു വരണം. വന്നു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. അതുവരെ നമ്മൾ ആത്മനിയന്ത്രണം പാലിക്കണം. ഈ കുടുംബത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും നമ്മൾ അത് വലുതായിട്ട് കൊണ്ടുവരല്ല, അത് ഒതുക്കി തീർക്കാണ്ട് ശ്രമിക്കണമെന്ന് പറയണം. കാരണം അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പം നമ്മൾ ഋതുവിനെ കുറിച്ച് ചിന്തിക്കണ്ട. അവളുടെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞാണ് നമുക്കിപ്പം പ്രധാനം എന്ന് പറയണം. അച്ഛനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുന്നുണ്ട്. പിന്നീട് സേതുവിൻ്റെ അടുത്തേക്ക് ശ്രീഹരി എന്നു. ശ്രീഹരി എന്നിട്ട് തൻ്റെ മനസ്സിലെ ആശയങ്ങൾ പറയണം ഇവിടുന്ന് പോകുന്നതിനെ കുറിച്ച്. പക്ഷെ എങ്കിൽ സേതു സമ്മതിച്ചില്ല. സേതു പറഞ്ഞു, അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ദ്രൻ വന്നെന്ന് ഓർത്തോണ്ട് നമ്മൾ അങ്ങനെ തോറ്റു പിന്മാറാൻ പറ്റുമോ? അതെ, ഓരോരുത്തർ അങ്ങനെ ഇറങ്ങി പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ പൊന്നുമ്പട അവൻ കൈക്കലാക്കും. അത് അച്ഛന് പോലും സഹിക്കുന്ന കാര്യമല്ലെന്ന് പറയണ. അവനെ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് തുരത്തുക ചെയ്യണ്ടേ. മാത്രമല്ല ഋതുവിന്റെ മനസ്സ്, കാരണം ഇപ്പൊ അവൾ അന്ധമായിട്ട് ഇന്ദ്രിയത്തിനെ സ്നേഹിക്കുന്നുണ്ട്. അപ്പൊ അതാണ് കുഴപ്പം. പക്ഷേ എങ്കിൽ അതില്ലാതാക്കണം. അവന്റെ കപട സ്നേഹമാണെന്നുള്ള കാര്യം അവളെ തിരിച്ചറിയണം. അതാണ് ഇനി അടുത്ത നമ്മുടെ നടപടി എന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രീഹരി പറഞ്ഞു, ശരി, ഇനിയിപ്പം എൻ്റെ മനസ്സിൽ അപ്പോഴങ്ങനെ തോന്നി. എനിക്കെന്തോ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നിയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞെന്ന് പറയണം. സാരമില്ല ശ്രീഹരി, നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയണം. പിന്നീട് ശ്രീഹരിയെ തേടി ആ സന്തോഷ വാർത്ത എത്തുന്നുണ്ട്. ഇത്രയും നാള് ശ്രീഹരി ഫുട്പാത്തിൽ നൈറ്റ് കച്ചവടമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുവായിരുന്നു. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് ഒരു ഷർട്ടിന്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഒരാളോടൊപ്പം കൂടിച്ചേർന്ന്. അങ്ങനെ ആ ബിസിനസ്സും കാര്യങ്ങളും നല്ല രീതിയിൽ മുന്നോട്ട് പോകാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ശ്രീഹരിക്ക് കിട്ടുവാണ്. ശ്രീഹരി അത് പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ലത്. ഇതിൻ്റെ ഇടയ്ക്ക് ശ്രീഹരി ആ ഷർട്ടിന് വേണ്ടിയിട്ട് പരസ്യമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതങ്ങോട്ട് ഹിറ്റ് ആവുകയാണ്. ഇതറിഞ്ഞു കഴിഞ്ഞപ്പോൾ ശ്രീഹരിക്ക് ഭയങ്കര സന്തോഷം. ശ്രീഹരി വീട്ടിലേക്ക് വരുവാണ്. വീട്ടിലേക്ക് വന്ന് അച്ഛനെ വിളിച്ചുകൊണ്ട് മുറിയിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി. അച്ഛൻ ചോദിച്ചു, എന്താന്ന് ചോദിക്കുകയാണ്. അതെ, ഒരു സന്തോഷ വാർത്തയുണ്ടെന്ന് പറയണം. സന്തോഷ വാർത്ത എന്താ? ഇത്രയും കാലം എല്ലാവരും മാധവൻ നൈറ്റീസിനെ വല്ല പുച്ഛിച്ച് തള്ളുവല്ലേ ചെയ്തേന്ന് ചോദിക്കുക. ഫുട്പാത്തിൽ നൈറ്റി കച്ചവടം എന്നൊക്കെ പറഞ്ഞോണ്ട് ഇനിയിപ്പോൾ അതൊക്കെ പോയിട്ട് നമ്മൾ ഹിറ്റാകാൻ പോവാന്ന് പറയണം. ഹിറ്റ് ആവാനായിട്ടാ. അതെ, ഞാനൊരു ബിസിനസിന്റെ കാര്യം പറഞ്ഞില്ലായിരുന്നോ, അത് ഏകദേശം സെറ്റായെന്ന് പറയണേ. സത്യമാണോ പറയണമെന്ന് ചോദിക്കും. അതേന്ന് പറയണേ. ഇനിയിപ്പോൾ അധികം വൈകാതെ കണ്ടോ ആ ബിസിനസ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറയണം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ മാധവൻ നൈറ്റീസും അതിനകത്ത് ഉൾപ്പെടുമെന്ന് പറയണം. അത് കേട്ടപ്പം അച്ചു പറഞ്ഞു, ആഹാ കൊള്ളാല ആളെന്ന് പറയണം. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമില്ലോ, നമുക്ക് സ്വന്തമായിട്ട് ഒരു ബിസിനസ് ഉണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ലല്ലോ എന്ന് പറയണം. ഈ സമയത്ത് ഇന്ദ്രൻ പുറത്തു നിന്നതെല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അങ്ങനെയാണ് ഇത് വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. അവനിട്ടൊരു പണി കൊടുക്കണമല്ലോ ശ്രീഹരിക്ക്. കാരണം ശ്രീഹരി ഒരു കാരണവശാലും രക്ഷപ്പെട്ടു പോകാൻ പാടില്ല എന്നായിരുന്നു ഇന്ദ്രന്റെ മനസ്സ് നിറയുണ്ടായിരുന്നേ. അവനെ പൂർണ്ണമായ ടെക്സ്റ്റൈൽസിലിട്ട് പൂട്ടാന്ന് കരുതിയതായിരുന്നു ഇന്ദ്രന്. പക്ഷെ അത് നടന്നില്ല. അപ്പോൾ അതിന്റെ ദേഷ്യവും കാര്യങ്ങളൊക്കെ അവനുണ്ടായിരുന്നു. അങ്ങനെ അവനിപ്പോൾ ബിസിനസ്സുകാരനായിട്ട് സൂഹിക്കണ്ട, അവനിവിടുന്ന് രക്ഷപ്പെടാൻ പാടില്ല, അവനിട്ട് താൻ പണി കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ഇന്ദ്രൻ മനസ്സ് വിചാരിക്കുകയാണ്. പിന്നീട് ഇന്ദ്രൻ അങ്ങോട്ട് പോയി പ്രതാപനെ വിളിച്ചു. പ്രതാപനെ വിളിച്ചിട്ട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കുകയാണ് പ്രതാപനോട്. പിന്നീട് ഓർത്ത് ഇനിയിപ്പോൾ ഇവന്റെ കാര്യം ഗോവിന്ദ ഇവനിട്ട് നല്ല പണി തന്നെ കിട്ടും എന്നൊക്കെ ഓർത്തോണ്ട് ഇന്ദ്രൻ അങ്ങോട്ടേക്ക് പോവാണ്. പക്ഷെ ഈ കാര്യമൊന്നും ശ്രീഹരിയോ അച്ചുവോ അറിയുന്നുണ്ടായിരുന്നില്ല, ഇവന്റെ ചതിയും കാര്യങ്ങളൊക്കെ ഇന്ദ്രന്റെ. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നത്. ഇനിയിപ്പം നാളത്തെ ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ പറയാം അവൻ എന്ത് പണിയാ കൊടുക്കണേന്ന്. നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രൊമോയ്ക്കകത്ത് കണ്ടതായിരുന്നു ശ്രീഹരിയെ വന്ന് പോലീസ് പിടിക്കുന്നൊക്കെ. പക്ഷെ ഇന്ദ്രൻ എന്തൊക്കെ കളി കളിച്ചാലും അവസാനം അതെല്ലാം പുറത്തു വരും. അവന്റെ അതോ ഗതി തന്നെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അപ്പൊ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.